സ്റ്റാർ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി കഴുകി വൃത്തിയാക്കിയ കൂന്തൽ നമുക്കൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇതൊരു 3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി സവോള അരിഞ്ഞൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന് എടുത്തു. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി ആവശ്യത്തിന്, പച്ചമുളക് ആവശ്യത്തിന്, കുറച്ച് തക്കാളി അരിഞ്ഞത്, പിന്നെ മസാലപ്പൊടികൾ ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. കൂന്തൽ നല്ലവണ്ണം വെന്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒരു ചീനച്ചട്ടിക്കുള്ളിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം സവോള അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ലേശം ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നല്ലവണ്ണം ഒന്ന് വഴന്ന് വരണം. അത് കഴിഞ്ഞ് സവോള വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇതിലേക്കിട്ട് നല്ലവണ്ണം ഉടച്ചു കൊടുക്കാം. ഈ സമയം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കുറുകി വറ്റി വരുന്നിടം വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല നല്ലവണ്ണം എത്തുന്നത് പോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. സ്പൂണ് തവി വെച്ച് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇടയ്ക്ക് മുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഇത് നല്ല എരിവായി തീരും. പച്ചമുളകൊക്കെ ചേർത്തത് കൊണ്ട് ആവശ്യത്തിന് മാത്രം നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി. മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ച് ഒരു കുറുകിയ ഒരു ചാറ് രൂപത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കൂന്തൽ റോസ്റ്റ് നല്ലവണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ബ്രെഡ് എന്നിവയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. ഞാൻ 2 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ബ്രെഡ് പീസാക്കി വെച്ചതിന് ശേഷം റോസ്റ്റ് ഇട്ട് ഇളക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.